ഇതെടുക്ക പോണേ? നാച്ചുറൽ ക്ലാസ് ഉണ്ട് അത് സാറേ. നാച്ചുറൽ ക്ലാസ്സോ? അത് സാധനം സാധനം ചോദിച്ചാൽ മിച്ചറിയും നമ്മോട് ചെല്ലാൻ പറഞ്ഞു. ഇവിടെ ഗേൾസൊക്കെ ഉണ്ട് പോണം. സതി സാർ പറഞ്ഞല്ലോ. ഗേൾസോ? എന്നാലും ഇപ്പൊ ഈ നാച്ചുറൽ ക്ലാസ് എന്താ സംഭവം? എന്താണോ മാഷ് എന്ത് പറഞ്ഞു നാച്ചുറൽ ക്ലാസ്? നമ്മൾ സംസ്ഥല്ല കുത്തിരിക്കണ സംസ്ഥനോട് സംസ്ഥ നാച്ചുറൽ ക്ലാസ് പറഞ്ഞാൽ എന്താ സംഭവം? അനക്ക് നല്ല ഇതൊക്കെ അല്ലേ? എടാ മണ്ടന്മാരെ, നാച്ചുറൽ ക്ലാസ് അറിയില്ല എനിക്ക്? അറിയില്ല? ഒരു മിനിറ്റ് ഇപ്പൊ പറഞ്ഞേടാ. ഹലോ. ആ എടാ ഇപ്പൊ വരാട്ടോ. ഒന്ന് ആലോചിച്ച് നോക്ക്. സംസ് പോയി വേറെ ആരോടെ കടന്നാലും ഇപ്പൊ എന്താ സാധനം? പെണ്ണുങ്ങൾ ഉണ്ടാവണ്ടാണ് ഞാൻ പോയിരുന്നത്. എന്താടാ അതൊന്നും അവിടെ സീനില്ല. പോന്ന അവിടെ ഫാൻ ഷർട്ട് ഇടാതെ അല്ല പെണ്ണുങ്ങളുണ്ട് ഇങ്ങനെ പോരെ. മാഷൊക്കെ ഫുള്ള് തീക്കണം. എന്നാലും ഇപ്പൊ നാച്ചുറൽ ക്ലാസ് ഒരു ഐഡിയ ഉണ്ട്. ഇഞ്ചൊരു അമ്മായിൻ്റെ കുട്ടിയുണ്ട്. എവിടെ ഉള്ളതാ? കാസർഗോഡ് ഇല്ലതാ. അജോനൊന്ന് വിളിച്ചു നോക്ക്. ഓനക്ക് അറബിയിലും ഇതിലൊക്കെ നല്ല ഞാനാ. ഓനോട് ചോദിച്ചാൽ ഈ നാച്ചുറൽ ക്ലാസ് എല്ലാ ക്ലാസ്സും പറഞ്ഞു തരും. വിളി വിളി. വാവയാണല്ലോ. ഹലോ വാവേ. ഹലോ ഷാലോ. لا 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 ما في مشكلة صديق. لا لا فعلا فعلا فعلوا فعلت فعلنا. لا 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 ما في زي. ചങ്ങായി അറബി പറഞ്ഞു ഒത്തിരിക്കാതെ ഞാൻ പറയുന്ന ഒരു ഇത് പറഞ്ഞു തരുമോ? അത് ഇവിടെ എന്റെ ഒരു അറബി കൂട്ടുകാരനോ നീണ്ടോ. ഞാൻ ഓനോട് കുറച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നിന്റെ ഫോണ് വന്നത്. ഈ നാച്ചുറൽ ക്ലാസ് കാരണം എന്താ സാധനം? എന്ത് പറയാ? നാച്ചുറൽ ക്ലാസ്. നാച്ചുറൽ ക്ലാസ്സാ? കുടുങ്ങിയ. ഹലോ, അതെന്ന് പറഞ്ഞെങ്കിൽ അത് വലിയ ക്ലാസ്. അത് നമുക്ക് പറ്റിയതെന്തല്ല. അതെല്ലാം അമേരിക്കയില് ലണ്ടനിലെല്ലാം നടക്കുന്ന സംഭവം. അത് നമുക്ക് പറ്റിയതല്ല. അത് വലിയ വലിയ ആൾക്കാർ ചെയ്യുന്ന സംഭവമല്ലോ. നിന്നോട് ഇതാര് പറഞ്ഞ? അതിന്റെ സാറ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. അതെന്തോ വലിയ ക്ലാസ് ആണെന്നാ പറഞ്ഞു. മീശ പിരിച്ചു പിരിച്ച് പറഞ്ഞു വരാൻ തുടങ്ങിയല്ലോ. എവിടെ കുരിപ്പുകള്? അല്ലാന്നുണ്ടെങ്കിൽ പെണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് പാഞ്ഞു വരുന്നതാണ്. ഒന്നും ഒന്നിനെയും കാണാമല്ലോ. ഇപ്പൊ ഞാൻ വെള്ളം കുടിച്ച് കഴിക്കുന്നത്. കുട്ടിയൊക്കൊന്നും പഴയ പോലെ ഒരു ഉഷാറില്ല. എന്താണ് ഒളിങ്ങൊക്കെ അറിഞ്ഞിട്ടോ? ഒന്നുമില്ലടാ, വെറുതെ പോന്നെങ്ങനെ. നമ്മളെ കുട്ടികൾ വരുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ പെണ്ണ് എന്നാണ് പറഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ വന്നോളൂ കുട്ടികള്. സാറൊന്ന് പെണ്ണുങ്ങളില്ലേ? പെണ്ണുങ്ങള് ജല പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞേ. സാറ് നമ്മളെ അയാള് കണ്ടിട്ടില്ല. പതുക്കെ അങ്ങട്ടെ വലിയ നിക്കണോടെ. ഇങ്ങോട്ട് വരും ഇവിടെ കണ്ടുക്കണോ? ഓടണ്ട, കണ്ടുകൂടെ ഇങ്ങോട്ട് വാ. സാറേ, നിങ്ങളെ എവിടെയായിരുന്നു? ഞങ്ങൾ ഏതൊക്കെ കാട്ടിൽ നിങ്ങൾ നോക്കിയെന്ന് അറിയും. അതിനെ നിങ്ങളെങ്ങോട്ട് എന്നെ കണ്ടപ്പോ ഓടിയത്? ഞങ്ങള് എങ്ങോട്ട് ഓടിയത്? അതെ സാർ, നിങ്ങളെന്തീ കാട്ടിലൊക്കെ? ഇതല്ലേ നാച്ചുറൽ ക്ലാസ്. പെജൂലേ? നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കും മൂന്നാളും. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ തന്നെ ഇതല്ലേ നാച്ചുറൽ. അപ്പൊ നിങ്ങൾ എന്താ നാച്ചുറൽ നിങ്ങൾ എന്താ കരുതി? പെൺകുട്ടികളൊക്കെ അവിടെ? പെൺകുട്ടികളൊന്നും ഇല്ല. പെൺകുട്ടികളെന്നൊക്കെ പറഞ്ഞാലുള്ള നിങ്ങൾ വരികയെന്ന് വെച്ചാൽ നല്ലോണം അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഇവിടെ ഇരിക്കും മൂന്നാളും. ഇവിടെ ഇരിക്കും. ക്ലാസ് തുടങ്ങാം നമുക്ക്. ഈ ഉപകാരം ഞാൻ
നിങ്ങൾക്ക് അല്ലെങ്കിലും പൊന്തിയും കാടൊക്കെ തന്നെയാണല്ലോ താല്പര്യം നിങ്ങൾക്ക്. നിങ്ങൾ ക്ലാസ്സിൽ കയറലുണ്ടോ മര്യാദക്ക്? നമുക്കിന്ന് ആചരെടുത്തിട്ടാണ് തുടങ്ങിയാലോ? ആയിക്കോട്ടെ. എന്തിനാ സാറേ ആചാരം? ഞങ്ങളാകെ 3 ആൾക്കാരുള്ളല്ലോ. ഇതൊരു ക്ലാസ് അല്ലേ, അതിനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അല്ലേ. എനിക്ക് പറ്റൂല്ലെങ്കിൽ പോയിക്കോ, അവിടെ ഇരിക്കജി. അവിടുന്ന് അന്നെങ്കിൽ എൻ്റെ കജ്ജും കാലം തച്ചു പിടിച്ചു. ആചരെടുക്കാം അല്ലേ? വാ വാ. ആചാർ ഷബീർ, അപ്പാൻ ട്രൗസർ ഇട്ടാണ് വന്നത്. അതെന്താ ആചാർ പറഞ്ഞത്? ആചാർ സാർ. ആ ആയിക്കോട്ടെ. അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം. വിദ്യാർത്ഥികളെ, നമ്മളിന്ന് സോഷ്യലാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഉള്ള ഒരു സംഭവമാണ് സതി എന്ന് പറയുന്നത്. ആരെങ്കിലും സതിയെ കുറിച്ച് വല്ലതും കേട്ടിട്ടുണ്ടോ? സതിനെ പറ്റിയൊന്നും അറിയില്ല. സാറ് പറഞ്ഞോളൂ, ഞങ്ങൾക്ക് നാണാതൊക്കെ. ഇത് നിങ്ങളാ വിചാരിച്ച സതിയല്ല, ഇതൊരു സമ്പ്രദായമാണ്. സതി കേട്ടിക്കണോ? സാറേ മഴയൊക്കെ പെയ്യുന്നുണ്ട് സാറേ. സാറ് മഴ വരുന്നുണ്ട് സാറേ. മഴ പെയ്താലും വേണ്ടില്ല, ഇടി പൊട്ടിയാലും ഒരു നിവൃത്തിയില്ല. ഇത് പഠിപ്പിച്ചാലേ മുഴുവൻ പഠിപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾ പോവുക. ഇയാളെന്ത് സാറാണ്? കുറെ സാറന്മാർ പഠിച്ചിട്ട് പോയാൽ മതി. നിങ്ങളെ അല്ലെങ്കിലേ ഫുള്ള് ഉണ്ടായിപ്പാണ്. മഴ പെയ്താകെ സീനാവും. മഴ പെയ്താൽ കൊള്ളും, 4 ആള് നിന്ന് കൊള്ളും. സാറെ നോക്കി ഇടിയൊക്കെ പൊട്ടും. ഇടി പൊട്ടട്ടെ. നിങ്ങളിപ്പോൾ ആദ്യം ക്ലാസ്സൊക്കെ ശ്രദ്ധിക്കുന്നത്. എന്നാ സാറ് ക്ലാസ് തുടങ്ങിക്കോളി. സതി എന്ന് പറഞ്ഞാൽ അപ്പൊ ക്ലാസ് എല്ലാരും കേട്ടില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ. എനിക്ക് മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ എന്നാ വാവേ, സതി നിർത്തൽ ആക്കിയതിനെ കുറിച്ച് എന്താണ് എനിക്ക് പറയുന്നത്? സതി നിർത്തലാക്കി. അതിനെ തുടർന്ന് തന്നെ പല ആളുകളും നിർത്തി. വടകര വത്സല, കുറ്റിക്കുളം ജാനു, കഴിഞ്ഞ ഇത്രയല്ലേ സാറേ സതിനെ പറ്റി? ഇത് കുറച്ച് വെള്ളം കൊണ്ട് കുടിച്ചാ എൻ്റെ അണ്ണാക്കത്തെ വെള്ളം പറ്റിയിട്ടുണ്ടാവും. വെള്ളം വേണോ? എന്നോട് ഇപ്പൊ ഞാൻ ആരെ പറ്റി ചോദിച്ചേ? സതിനെ പറ്റി. എന്നിട്ട് ഇപ്പൊ എന്താ പറഞ്ഞത്? സതി ചേച്ചിനെ പറ്റി. അപ്പൊ ഈ വടകര വത്സലയും വിശിക്കണി ഞാനൊക്കെ ആരാ? ഓലൊക്കെ ഇതിലൊരു അംഗാണല്ലോ. മതി നിങ്ങൾ സോഷ്യൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. നമുക്കിനി മലയാളം പഠിക്കാം. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നത് മലയാളമാണ്. അതിൽ നമ്മൾ പാത്തുമ്മാൻ്റെ ആടിനെ പറ്റി കണ്ടാണ് പറയാൻ പോകുന്നത്. പാത്തുമ്മാൻ്റെ അപ്പോൾ പാത്തുമ്മാൻ്റെ ആടിനെ പറ്റി വാക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ? പാത്തുമ്മാൻ്റെ ആട് നല്ല ആടായിരുന്നു. പിന്നെ ആ ആട് നാട്ടുകാർക്കൊക്കെ വളരെ ഉപകാരമായിരുന്നു പാത്തുമ്മാൻ്റെ ആട്. പിന്നെ ആട് നാട്ടുകാർക്കൊക്കെ കുറേ പാലും ഇതൊക്കെ തരും. ആടിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാകേണ്ടത് ആടെന്ന സിനിമയാണ്. ആടെന്ന സിനിമയിൽ ജയസൂര്യാണ്, ഷാജിപ്പാപ്പനായിട്ടാണ് ജയസൂര്യയിൽ ഉണ്ടായത്. പിന്നെ ആടൊരു ഭീകര ജീവിയാണ്. ആടിനെ കൊണ്ടുവന്നത് ഷാജിപ്പാപ്പനാണ്. മുത്താണ് പാപ്പൻ, സ്വത്താണ് പാപ്പൻ. പിന്നെ ആടിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ അഭിനയിച്ചത് ജയസൂര്യാണ്. ജയസൂര്യ ഒരു സിനിമ നടനാണ്. അപ്പോൾ സിനിമനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മലയാളം സിനിമനെ തന്നെ പറയണം. ഇതൊന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല. വല്ല പണിക്കും പോയൊക്കെ ചെങ്ങായി ഇത്ര വലിപ്പുണ്ടല്ലോ. ക്ലാസ് കൊറോണ എടുക്കും.